ഒരുപാട് ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിട്ട് അതൊന്നും കിട്ടാത്തതും, PSC എക്സാംസ് ആയിരിക്കാം അതൊന്നും കിട്ടാത്തതും ഒന്നും തന്നെ നിങ്ങളുടെ അറിവില്ലായ്മയല്ല എന്ന് മനസ്സിലാക്കുക. എത്രയൊക്കെ തന്നെ കഠിനാധ്വാനം ചെയ്യുന്നവരായാലും, എത്രയൊക്കെ തന്നെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ അറിവുള്ളവരാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള എക്സാംസുകളോ ജോലി ഇന്റർവ്യൂകളോ കിട്ടാത്തതിന് പല കാരണങ്ങളാണുള്ളത്. നിങ്ങൾക്ക് ഒരു ജോലി നേടുവാൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേടുവാൻ പരീക്ഷയിൽ വിജയിക്കുവാനായിട്ട് ഒരു വേദരഹസ്യം പറഞ്ഞു തരാം. വെറും ഒരു തുളസിയില ഈ പറയുന്ന രീതിയിൽ ചെയ്ത് ആരും കാണാതെ തലയിൽ സൂക്ഷിച്ചു വെച്ച് നോക്കൂ, ഫലം കിട്ടും. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തുടർന്ന് കാണുക. ഇതുപോലെയുള്ള കണ്ടന്റുകളാണ് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ലൈഫിനെ വളരെ പോസിറ്റീവ് ആക്കുവാനും ജീവിതത്തിനൊരു ഭക്തി സാന്ദ്രത നിറയ്ക്കുവാനും താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു ചാനൽ ഉറപ്പായും നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോസ് നിങ്ങൾക്ക് കാണുവാൻ ഇടയാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മിറക്കിളായിട്ടുള്ള എന്തോ സംഭവിക്കാൻ ഇടയാകുന്നുണ്ട് എന്നതാണ് അർത്ഥം. അതിനായിട്ട് ദേവി നിങ്ങളിലേക്കാണ് ഈ വീഡിയോ എത്തിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണുക, എങ്കിലേ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ ശ്രമിക്കുക. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോസിന്റെ ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും എഴുതുക. നാളെ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ പേരെഴുതിയാലും മതി. അപ്പോൾ അത്രയും ചെയ്തുകൊണ്ട് ഈ വീഡിയോയിലേക്ക് മുന്നോട്ട് പോവുക. കാരണം ഞാൻ തരുന്ന ഒരു എനർജിക്ക് നിങ്ങളിൽ നിന്നൊരു തിരിച്ചൊരു എനർജി ആയിട്ടാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷനും അതല്ലെങ്കിൽ ലൈക്കും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വെറും അടുത്തൊരു 5 മിനിറ്റ് മാത്രം തന്നാൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നാളായിട്ട് നടക്കാത്ത ആഗ്രഹം നേടിയെടുക്കുവാനുള്ള ആ ഒരു രഹസ്യം ഞാൻ പറഞ്ഞു തരാം. ഇന്റർവ്യൂസിന് അല്ലെങ്കിൽ പരീക്ഷകളിൽ അല്ലെങ്കിൽ മറ്റു പ്രധാന കാര്യങ്ങൾ എന്നിവയിൽ വിജയം നേടാനായിട്ട് തുളസിയിലയിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിന് ആവശ്യമായിട്ടുള്ളത് നല്ലൊരു തുളസി, അത് പൊട്ടിയതോ അതല്ലെങ്കിൽ എന്തെങ്കിലും കളർ വ്യത്യാസം വന്നതോ ഒന്നുമല്ല. കൃഷ്ണ തുളസി, വളരെ ഒരു ഡാർക്ക് കളറിലുള്ള തുളസിയില്ല, ആ ഒരു കൃഷ്ണ തുളസിയുടെ ഇലയാണ് വേണ്ടുന്നത്. കൃഷ്ണ തുളസിയുടെ ഇല നുള്ളുന്നത് എങ്ങനെയാണെന്ന് എത്ര പേർക്ക് അറിയാം? അറിയാവുന്നവരൊന്ന് താഴെ അറിയാമെന്നോ അല്ലെങ്കിൽ യെസ് ഒന്നൊന്ന് കമന്റ് ചെയ്ത് ഞാൻ ഒരു സെക്കൻഡ് പോസ് ചെയ്യാം. അപ്പോൾ അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. കൃഷ്ണ തുളസിയുടെ ഇല നുള്ളുന്നതിന് മുമ്പിട്ട് തുളസിയുടെ അനുവാദം വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അതായത് തുളസി ദേവിയുടെ അനുവാദം വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ ആ ഇല നുള്ളേണ്ടത്. നിങ്ങൾ ആ തുളസിയോട് പറയുക, ഞാൻ ഈ ഒരു ഇല ഇന്ന ആവശ്യത്തിനായിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ദുഷ്കർമ്മം ചെയ്യുവാനോ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാനോ ഒന്നുമല്ല എടുക്കുന്നത്, ഇന്നൊരു കാര്യത്തിനാണെന്ന് വ്യക്തതയോട് പറഞ്ഞ് ദേവിയോട് അനുവാദം വാങ്ങിയിട്ടാണ് ആ ഒരു ഇല മുറിക്കാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾ തുളസിയില നുള്ളിയിട്ട് അതുകൊണ്ട് എന്തെങ്കിലും മറ്റുള്ളവർക്ക് ദുഷ്ടപരമായ കർമ്മങ്ങളൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ തുളസി മൂടോടെ കരിഞ്ഞു പോകുന്നത് കാണാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം നടക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പിട്ട് ദേവിയുടെ അനുവാദം വാങ്ങാം. ഇനി വേണ്ടുന്നത് നാരകത്തിന്റെ മുള്ളാണ്. അതായത് നാരങ്ങയുടെ ചെടിയുടെ മുള്ളാണ്. ആ മുള്ളും നാരകമൊക്കെ ഇപ്പൊ എത്ര വീടുകളിൽ ഉണ്ടെന്ന് അറിയില്ല. അങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു മുട്ടുസൂചിയോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പച്ച മഷിയുള്ള സ്കെച്ച് പേനയോ അല്ലെങ്കിൽ സാധാരണ ഒരു പേനയായാലും മതി, പച്ച നിറമായിരിക്കണം എന്നേ ഉള്ളൂ. ഇത്രയുമാണ് ആവശ്യം വേണ്ടുന്നത്. നിങ്ങൾ എന്ത് ഒരു നല്ല കാര്യത്തിന് പോയാലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകാം. ഇത് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ജോലിയിലായാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ ആയാലും ഒരുപാട് പേരുടെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കിട്ടാതിരുന്ന ലോണുകളൊക്കെ കിട്ടിയവരുണ്ട് ഇത് ചെയ്തു പോയവർക്ക്. അപ്പോൾ ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എന്നായാലും നല്ല കുളിച്ച് മനസ്സിനും ശരീരത്തിനും നിങ്ങൾ ആ പൂജിക്കുന്ന സ്ഥലത്തിനും ഒരു ശുദ്ധി വരുത്തിയതിനു ശേഷം നിലവിളക്ക് കൊളുത്തി കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്നിട്ട് വേണം ഇത് ചെയ്യുവാനായിട്ട്. കിണ്ടിയിൽ നിന്നും ഒരല്പം വെള്ളം കയ്യിലെടുക്കുക. അതിനുശേഷം ഓം നാരായണായ നമഃ, ഓം നാരായണായ നമ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ മന്ത്രം ഉച്ചരിച്ചതിന് ശേഷം നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ഒരു ആവശ്യത്തിനെ മനസ്സിൽ കണ്ടതിന് ശേഷം ആ ഒരു തുള്ളി വെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. എപ്പോഴും തീർത്ഥം കുടിക്കുമ്പോൾ തൊണ്ടയ്ക്ക് താഴേക്ക് പോകരുത്, എന്ന് വെച്ചാൽ അത്രയ്ക്ക് എടുക്കാവൂ എന്നുള്ളതാണ്. ഇനി വിളക്ക് കത്തിച്ചതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹത്തിനെ മനസ്സിൽ നല്ലതുപോലെ സങ്കല്പിക്കുക. ആ ഒരു കാര്യം നടക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ആ ഒരു കാര്യം നടന്നതിന് ദേവിയോട് നന്ദി പറയുക. ഇന്ന സ്ഥാപനത്തിലെ ഒരു ഇന്റർവ്യൂവിന് ഞാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അതിന് സമ്പൂർണ്ണ വിജയത്തിനും വാക്സിദ്ധിക്കും കാര്യസിദ്ധിക്കും വേണ്ടി
ജഗദാംബികയോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അത് നല്ലതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം ആ ഒരു തുളസി ഇലക്കകത്ത് കുറച്ച് വെള്ളം തളിച്ചൊന്ന് ശുദ്ധമാക്കി ഒന്ന് തുടച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു തുളസി ഇലക്കകത്ത് ഹ്രീം എന്ന ബീജമന്ത്രമാണ് എഴുതുന്നത്. ഹ്രീം എന്ന് എഴുതി അത് നാരകത്തിന്റെ മുള്ളുണ്ടെങ്കിൽ ആ മുള്ളുകൊണ്ട് എഴുതുക. മുള്ളുകൊണ്ട് എഴുതുമ്പോൾ എന്തായാലും ഇല പൊട്ടും, അത് കുഴപ്പമില്ല. നിങ്ങൾ ആ എഴുതുന്ന എനർജി ആ ഒരു ഇലക്കകത്ത് തന്നെ കാണും. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ച മഷി കൊണ്ട് അതിനകത്ത് എഴുതുക. കാണാൻ പറ്റില്ല എങ്കിലും വേണ്ടില്ല, അതിനകത്ത് എഴുതുക. അതിനുശേഷം ആ ഒരു തുളസി ഇലയെ കയ്യിൽ വെച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹം നല്ലതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ തുളസി ഇല നിങ്ങളുടെ മുടിയിൽ തിരുകാവുന്നതാണ്. പക്ഷേ മുടിയിൽ തിരുകുമ്പോൾ അത് പുറമേ ഒരാൾ കാണാത്ത രീതിയിലാണ് തിരുകണമെന്ന് വെച്ചാൽ മുടിക്കുള്ളിലാണ് തിരികെ വെക്കേണ്ടത്. സ്ത്രീകളാണെങ്കിൽ. പുരുഷന്മാർക്കാണെങ്കിൽ പോക്കറ്റിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ നിങ്ങൾക്കത് സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ ഈ പേഴ്സിന്റെ കാര്യം പറയുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ജീൻസിന്റെ ബാക്കിലത്തെ പോക്കറ്റിലൊക്കെ വെക്കുന്ന പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെക്കരുത്. പേഴ്സിനകത്ത് വെക്കുകയാണെങ്കിൽ അത് ശുദ്ധിയുടെ സൈഡിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഷർട്ടിന്റെ പോക്കറ്റിലോ ആണ് വെക്കേണ്ടത്. അങ്ങനെ വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷർട്ടിന്റെ പോക്കറ്റിൽ ഇട്ടിരുന്നാൽ മതി. ഈ ഒരു ഇലയെ ഭക്തിയോടെ വേണം ഇത് ചെയ്യുവാനായിട്ട്. കാര്യത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ കയറുന്നതിന് മുമ്പ് കാല് കഴുകി കുറച്ച് വെള്ളം നിങ്ങളുടെ പുറത്തേക്ക് തളിച്ചതിന് ശേഷം ഈ ഒരു ഇലയെ എടുത്ത് വീട്ടിനകത്ത് കയറരുത്, പുറത്ത് നിക്ഷേപിക്കാം. അത് നിങ്ങളുടെ വീട്ടിൽ തുളസി ഉണ്ടെങ്കിൽ തുളസിത്തറയിൽ നിക്ഷേപിക്കാം. അതല്ലെങ്കിൽ തുളസിയുടെ മൂട്ടിന് തന്നെ അതിന്റെ ഒരു ചെറുതായിട്ടൊന്ന് മണ്ണ് നീക്കി അവിടെ കൊണ്ടിടാവുന്നതാണ്. ഈ ഒരു ഇലയും കൊണ്ട് തിരിച്ച് വീട്ടിൽ കയറാതെ. ഇത് നിങ്ങളുടെ ഏതൊരു ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഒരു വട്ടമേ ഉപയോഗിക്കാവൂ എന്നൊന്നും ഇല്ല, എന്ന് വേണേലും ഉപയോഗിക്കാം. പക്ഷെ ബീജമന്ത്രം ഉപയോഗിക്കുന്നത് കൊണ്ടും മന്ത്രം ഉപയോഗിക്കുന്നത് കൊണ്ടും നിങ്ങൾ പീരീഡ്സിന്റെ സമയത്തോ പുലവാലായ്മയുള്ളപ്പോഴോ ഇത് ചെയ്യാണ്ടിരിക്കുക. ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അനുഭവമുള്ള ഒരു കാര്യമാണത്. ഇത് വെറുതെ ഞാൻ പറയുന്നതല്ല, വേദപരമായിട്ട് ഉള്ള ഒരു രഹസ്യമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അനുഭവം നടക്കുന്നുണ്ടെങ്കിൽ, അതായത് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അത് മറ്റുള്ളവർക്ക് കൂടി ഒരു സഹായമായിരിക്കും. ഇത് ചെയ്ത് നടന്നു എന്ന് അറിയുമ്പോൾ ഞാൻ പറയുന്നതിലുപരി നിങ്ങൾ പറയുമ്പോൾ അവർക്ക് ആ ഒരു വിശ്വാസം കൂടുതലായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ശ്രമിക്കുക. താങ്ക് യു.